രാഷ്ട്രീയ പ്രവർത്തനം യുവാക്കളെല്ലാം അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. കാരണം സാമൂഹ്യമായ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ ഇന്ന് ഏറ്റവും നല്ല ഉത്തമമായ മാർഗം പൊതുപ്രവർത്തനമാണ്. അന്ന് ഡിഗ്രി കഴിയുമ്പോൾ കോളേജിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി പതുക്കെ ഒരു അത്യാവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ ആയുധധാരികൾ വന്ന് വെട്ടി ഇട്ടു, എന്നിട്ടും അങ്ങ് പറയുകയാണ് രാഷ്ട്രീയത്തിലേക്ക് വരണം. അല്ല, ഞാൻ പറഞ്ഞ അതൊക്കെ യാദൃച്ഛികമായിട്ടുള്ള സംഭവങ്ങൾ, അപൂർവമായിട്ടാണ്. ഇപ്പോൾ എത്രയോ പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുന്നു, അതുകൊണ്ട് ആരും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെരുമണി അതുകൊണ്ടാരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഒരു പ്രവർത്തനമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ പൊതുസമൂഹം കാണുന്നത് അടി, തല്ല്, ഇല്ലേ, കൊലപാതകം എന്ന തരത്തിലാണ് രാഷ്ട്രീയത്തെ, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും ചെറിയൊരു അംശം മാത്രമാണത്. അങ്ങനെ നമ്മൾ കണക്കെടുത്താൽ കേരളത്തിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അതുപോലെ തന്നെ സംഘടനകൾ, കൊലപാതകങ്ങളും എടുത്തോളൂ, കണക്കെടുത്താൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്ര പേഴ്സൻ്റാ? പക്ഷെ അതിനെ പർവ്വതീകരിച്ചിട്ട് അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ വക്താക്കൾ ബോധപൂർവം നടത്തുന്ന പ്രചാരണത്തിൻ്റെ ഭാഗമാണത്. അതേസമയം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ യുവാക്കൾ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയിലേക്ക് പോകുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത്. ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ളവരിൽ നിങ്ങൾ സർവേ നടത്തി നോക്കുക, വളരെ ചെറിയൊരു ശതമാനം, നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് മാത്രമാണ്. കാരണം അവർക്ക് അതിലേക്ക് പോകാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞ സാമൂഹ്യമായ കമ്മിറ്റ്മെൻറ്റും സാമൂഹ്യമായ തിന്മകളിൽ നിന്നും നമ്മളെ അകറ്റി നിർത്തും. കാരണം നമുക്ക് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വരുമ്പോൾ സാമൂഹ്യമായ അംഗീകാരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നില്ല, കഴിയില്ല. ഇതാണ് സതുദ്ദേശ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സോഷ്യൽ ഈവിളിനെതിരെ ഉള്ളൊരു മെഡിസിനായിട്ട് രാഷ്ട്രീയത്തെയും പൊതുപ്രവർത്തനത്തെയും കാണുമ്പോൾ ഇത്തരമൊരു ഉത്തരവാദിത്വം ഉണ്ടാകും.